നമസ്കാരം. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായ യുവാവാണ് ഇർഫാൻ സുൽത്താനി. ഇറാനിലെ കർക്കശമായ നിയമവ്യവസ്ഥയ്ക്കും ഭരണകൂടത്തിൻ്റെ കടുത്ത അടിച്ചമർത്തലുകൾക്കും ഇരയാകേണ്ടി വന്ന ഇദ്ദേഹത്തിൻ്റെ മോചനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത്. ഇറാനിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ അതിശക്തമായ അടിച്ചമർത്തലുകൾ തുടരുന്നതിനിടയിൽ ഇർഫാൻ സുൽത്താനിയുടെ മോചനം ഇറാൻ മതഭരണകൂടത്തിന് ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും വലിയൊരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേവലം ഒരു വ്യക്തിയുടെ മോചനം എന്നതിലുപരി ആഗോള സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ ഭരണകൂടം നിർബന്ധിതമായി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. വധശിക്ഷ നടപ്പിലാക്കുമെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കേസിൽ നിന്നുള്ള ഈ പിന്മാറ്റം ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പുതിയൊരു ഊർജം പകർന്നിട്ടുണ്ട്. സാമ്പത്തിക തകർച്ചയും പൗരസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവും മൂലം പൊറുതിമുട്ടിയ ഇറാനിയൻ ജനത കഴിഞ്ഞ ഡിസംബർ മുതൽ തെരുവിലാണ്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ തൂക്കുമരങ്ങളെ ആയുധമാക്കുന്ന രീതിയാണ് ഇറാൻ പിന്തുടർന്നു പോകുന്നത്. എന്നാൽ ഇർഫാൻ സുൽത്താനിയുടെ കേസിൽ ആഗോള മാധ്യമങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും നേരിട്ട് ഇടപെട്ടു. സുൽത്താനിയുടെ കുടുംബം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം അഭ്യർത്ഥിച്ചതും തുടർന്ന് ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കി. പുതിയൊരു ആണവ കരാറിലേക്ക് ഇറാനെ എത്തിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരോധങ്ങൾ കടുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഇറാൻ ഭരണകൂടത്തിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ആഭ്യന്തരമായി നോക്കിയാൽ സുൽത്താനിയുടെ മോചനം പ്രക്ഷോഭകാരികളുടെ വലിയൊരു വിജയമാണ്. ഭരണകൂടത്തിൻ്റെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നിൽ തളരാതെ പോരാടിയാൽ ഫലമുണ്ടാകുമെന്ന് ഇത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി. ഇറാനിയൻ റിയാലിൻ്റെ മൂല്യത്തകർച്ചയും തൊഴിലില്ലായ്മയും മൂലം കഷ്ടപ്പെടുന്ന യുവാക്കൾക്കിടയിൽ സുൽത്താനി ഒരു പ്രതീകമായി മാറി. പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് രാജ്യത്ത് കൂടുതൽ വലിയ വിപ്ലവത്തിന് കാരണമാകുമെന്ന് ഇറാനിലെ തന്നെ ഭരണതലത്തിലുള്ള ചില വിഭാഗങ്ങൾ ഭയക്കുന്നുണ്ട്. ഈ ആഭ്യന്തര ഭിന്നതയും സുൽത്താനിയുടെ മോചനത്തിന് പിന്നിലെ ഒരു ഘടകമായിരിക്കാം. എങ്കിലും ജാമ്യത്തിലുള്ള ഈ മോചനം ഒരു പൂർണ്ണ വിജയമായി കാണാൻ സാധിക്കില്ല. വൻതുക ജാമ്യമായി ഈടാക്കിയും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയും പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങളെ ഒതുക്കാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമം നടക്കുന്നത്. എങ്കിലും ഒരു ദശകത്തിലേറെയായി ഇറാൻ ഭരിക്കുന്ന മതനേതൃത്വത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുവാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധക്കാർക്ക് മോചനം ലഭിക്കുമോ അതോ ഭരണകൂടം കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മോചനം താൽക്കാലികമാണോ അതോ കുറ്റവിമുക്തനാക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എങ്കിലും സുൽത്താനിയുടെ മോചനം പ്രക്ഷോഭകാരികൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ഇറാൻ ഭരണകൂടം നേരിടുന്ന ഒറ്റപ്പെടലും ആഭ്യന്തരമായി തുടരുന്ന അശാന്തിയും വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.